ടെക് ട്രാവലിറ്റ് അങ്ങനെ വീണ്ടും വിൻ്റർ എത്തിയിരിക്കുകയാണ്. ഗ്ലൗസ് ഇട്ടു, കൂളിംഗ് ഗ്ലാസ് വെച്ചു, മഞ്ഞ ജാക്കറ്റ് ഇട്ടു. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ സെയിൻറ്റ് മോറിറ്റ്സ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രാമമാണോ നഗരമാണോ എന്തെന്ന് അറിയത്തില്ല, ഒരു സ്ഥലത്താണ്. ഓക്കെ, സെയിൻറ്റ് മോറിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ആൽപൈൻ റിസോർട്ട് സിറ്റിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ മല മുകളിലും മല സൈഡിലും എല്ലായിടത്തും മൊത്തത്തിൽ റിസോർട്ടുകളാണ് കാണാൻ സാധിക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് ഈസ് ഓൾവേസ്, സ്വിറ്റ്സർലാൻഡിൻ്റെ പല സ്ഥലങ്ങളും അങ്ങനെയാണ്. തണുപ്പ് കാരണം -13 എൻ്റെ നാവൊക്കെ കുഴയുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഇന്നത്തെ കാര്യം കംപ്ലീറ്റ് ഒരു പ്ലാനും ഇല്ലാതാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും സ്വിറ്റ്സർലാൻഡിനെ കുറച്ച് ഗ്രാമ കാഴ്ചകൾ കാണാൻ സാധിക്കുമോ എന്ന് നോക്കിയാണ് ഞാൻ ഇറങ്ങുന്നത്. എന്തായാലും KLT UK യാത്ര ഇന്ന് ശരിക്കും ചോദിച്ചു പോകാൻ പോവാണ്. സ്വാഗതം. ഇന്നലെ ഞാൻ ഇറ്റലിയിൽ നിന്ന് ബെർണീന എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ സെയിൻറ്റ് മോറിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ മലമുകളിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഫുൾ റിസോർട്ടുകളാണ്. ഇവിടത്തേക്ക് റിസോർട്ടുകളുടെ റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊന്നും താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്താണ്. അതായത് മിനിമം ഒരു 20,000 25,000 സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് മൊത്തം. അപ്പോൾ എല്ലായിടത്തും സ്നോ വീണ് കിടക്കുകയാണ്. നമ്മൾ അത്യാവശ്യം നല്ലൊരു ഓൾട്ടിറ്റ്യൂഡിലാണ്, ഉയരത്തിലാണുള്ളത്. ഇവിടെ താഴെ നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെ നടക്കുന്ന പോലെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന്, അവിടെ എന്തോ കുതിരയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന കാണാം. മൊത്തത്തിൽ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയാക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും ആദ്യം ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് എങ്ങോട്ടാണ് ട്രെയിൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ട്രെയിനിൽ കയറി നമുക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാം. അങ്ങനെയല്ലേ നല്ലത്. സ്നോ വീണിട്ടാണോ എന്നറിയില്ല. ഇവിടുത്തെ പെട്രോൾ പമ്പാണ്, ഇതൊക്കെ അടച്ചിട്ടിരിക്കുക ഫുള്ള്. അവിടെ പോലീസിൻ്റെ ഒരു പഴയ ഒരു വിൻറ്റേജ് കാറ് പോലത്തെ ഒരു വണ്ടി അതിനകത്ത് കിടപ്പുണ്ടല്ലേ. പോലീസിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിനകത്തൊരു മിനി മാർക്കറ്റൊക്കെ ഉണ്ട്. സ്വിറ്റ്സർലാൻഡിൽ എവിടെ പോയാലും നമുക്ക് ടൂറിസ്റ്റുകളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ ആളുകളെ നമുക്ക് കണ്ടു കിട്ടണമെങ്കിൽ അത് ടൂറിസ്റ്റുകളെ കൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. ഇത് ഇങ്ങനെ നടന്ന് എങ്ങോട്ടോ പോകുന്ന വഴിയാണ്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് മിക്കവാറും നടന്ന് ഈ കണ്ട റോഡിലേക്കും മലമുകളിലേക്കും അവിടെയൊക്കെ പോകേണ്ട ആൾക്കാരുടെ വഴിയാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ആളുകൾ ഏകദേശം 80 വയസ്സ് വരെയൊക്കെ ഓൺ ആൻ ആവറേജ് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അത്രയും ഹെൽത്തിയാണ് ഇവിടുത്തെ ആളുകൾ എന്നാണ് കണക്കുകൾ പറയുന്നത്. നമുക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം, കണക്കുകൾ വെറുതെ പറയില്ലല്ലോ. കാരണം ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇവിടുത്തെ എന്താ പറയുക ലിവിങ് കൾച്ചറും ബാക്കിയുള്ള സംഭവങ്ങളും പിന്നെ ആളുകൾ നല്ല വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതേസമയം തന്നെ ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ഡിമെൻഷ്യ, ഹാർട്ട് അറ്റാക്ക്, ഈ 2 സംഭവങ്ങളിലാണ്. ഹാർട്ട് അറ്റാക്കും ഡിമെൻഷ്യയും. പിന്നെ 6 ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മറ്റേ കൊക്കൈനും അങ്ങനത്തെ ഡ്രഗ്സും കഞ്ചാവും സാധനങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. അത് ലീഗലാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല അതിനെപ്പറ്റിയൊന്നും. ഇതെന്താ നടന്നത്, എങ്ങോട്ടാണ് പോണത്? അത് പാർക്കിംഗ് ഏരിയ ആയിരുന്നു, പിന്നെ മേളിലേക്കുള്ള വഴിയൊക്കെ ആയിരുന്നു. പിന്നെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്, മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രി ഇൻ ദ വേൾഡ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ ഭയങ്കര റിച്ചാണ്, GDP ഒക്കെ ഭയങ്കര ഹൈ ആണ്, ആളോഹരി വരുമാനമൊക്കെ ഭയങ്കര കൂടുതലാണ്, തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ സംഭവമേ ഇവിടെ ഇല്ല. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഇവിടെ. ഇവിടെ ഒരു പിസ്സ ഷോപ്പ് ഉണ്ടായിരുന്നേ, ഞാൻ അതിനകത്ത് കയറി വെറുതെ ഒന്ന് പ്രൈസ് നോക്കിയതാണ്. 30 ഫ്രാങ്ക്, സ്വിസ് ഫ്രാങ്ക്. അതിൽ കുറച്ച് ഒരു സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ 30 എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 രൂപയായി. ആഹാ, അടിപൊളി. പൈസ ഉള്ളവൻ വന്നാൽ മതി, പൈസ ഇല്ലാത്തവൻ വരണ്ട, ഇതാണ് ആവശ്യം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചിലവ് കുറച്ച് ട്രാവൽ ചെയ്യാൻ ഇഷ്ടംപോലെ വഴികളുണ്ട് ഗൈസ്. നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോവാം, എന്തെങ്കിലും വാങ്ങിക്കുക, കഴിക്കുക. നമുക്ക് 2-3 ദിവസം ഹെവി മീൽ കഴിച്ചില്ലെങ്കിലും നഷ്ടമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ മിനിമം ഒരു 15-20 ഫ്രാങ്ക് വേണം. അതെ, ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ ഒരു കൊക്കക്കോളയും പിന്നെ ഒരു റാപ്പും 7 ഫ്രാങ്കിന് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അകത്ത് പോകുമ്പോൾ അറിയാം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. 7 ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ 700 രൂപ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. കണ്ടോ എന്തോ സെറ്റപ്പ് എന്ന് നോക്കിയേ. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറൊക്കെ നോക്കിയേ, അടിപൊളി. ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ റിസപ്ഷൻ പോലെ ഉണ്ട്. അത്ര സെറ്റപ്പാണ്. നമുക്ക് കുഞ്ഞ് സ്ഥലത്തെ ആണെങ്കിലും സംഭവം അടിപൊളിയാണ്. ആളുകളൊക്കെ കണ്ടില്ലേ, ആളുകളൊക്കെ എല്ലാവരും എന്തേ ഈ കടയിൽ നിന്ന് ഈ ഫുഡും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്, അങ്ങനെയാണ് പൈസ ലാഭിക്കാൻ വേണ്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും പൈസ കൊടുത്ത് നമുക്ക് എവിടെ പോയി കഴിക്കാൻ പറ്റും. ഇതാണ് കട, നോക്കട്ടെ എന്താ കിട്ടുന്നതെന്ന്. ഞാൻ ഈ കടയിൽ വന്നിട്ട് ഒരു സാധനം വാങ്ങിച്ചു, ചിക്കൻ ചീസ് എന്തോ സാധനം പോലത്തെ ഒരു സാധനമാണ്. 14 സ്വിസ് ഫ്രാങ്ക് ഈ 2 സാധനത്തിനും കൂടെ, ഈ ഒരു ബൗളിൽ. പിന്നെ ഒരു കുപ്പി എവിയൻ വാട്ടർ വാങ്ങിച്ചു. എവിയൻ വാട്ടർ ഇവിടെ ഭയങ്കര ചീപ്പാണ്. എവിയൻ വാട്ടറിന് ഇവിടെ ചീപ്പ്. 1.5 ലിറ്ററിന് 1.5 ഫ്രാങ്കേ ഉള്ളൂ. ഞാൻ അതിൻ്റെ മേളിൽ ടബാസ്കോ സോസൊക്കെ ഇട്ടു.
മാവിനകത്ത് ചിക്കൻ കറി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു സെറ്റപ്പാ. ഇതുണ്ടോ, കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിനകത്ത് ചിക്കൻ കറി പോലെ സാധനം ഉണ്ടോ. ഈ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, കുറേ സംഭവങ്ങൾ ഒക്കെ ഇവരുടെ മറ്റേ എന്താ പറയുക ബണ്ണും ക്രോസോണ്ടും അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ചെറിയ പീറ്റ്സ കഷ്ണങ്ങൾ, പിന്നെ ചിക്കന്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു സൂപ്പർ മാർക്കറ്റായിരുന്നു. ബാഗ് വെച്ചിട്ട് കറങ്ങാൻ പോകാനായിട്ട് ബാഗ് ലോക്കറുകളുണ്ടല്ലോ എല്ലായിടത്തും. അത് ഭയങ്കര സംഭവം കേട്ടോ. അതായത് നല്ല കാര്യമല്ലേ, ഹെൽപ്ഫുൾ അല്ലേ. അതിനെത്ര ഫ്രാങ്കാന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയില്ല. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. കുർ അല്ലെങ്കിൽ ചുർ, CHUR, ചുർ, കുർ എന്ന് അവർ പറയുന്നതെന്ന് തോന്നുന്നു. കുർ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട്. അത് ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും അല്ല വണ്ടിയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും 2 മണിക്കൂർ എടുക്കും. അപ്പോൾ ഈ ഒരു ട്രെയിൻ ഇപ്പോൾ ഇവിടെ വരും. ഇവിടുത്തെ ഒരു സാധാ ലോക്കൽ ട്രെയിനാണ്. ഇവിടെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചത് ട്രെയിൻ ഓടിക്കുന്നതല്ല ഒറ്റ ആളാണ്. നമ്മൾ ഈ മെട്രോ ട്രെയിൻ ഓടിക്കുന്ന പോലെ തന്നെ ഒരൊറ്റ ആളായിരിക്കും ട്രെയിൻ ഓടിക്കുന്നത്. വേറെ ആൾക്കാരും ഉണ്ടാവില്ല. സാധാരണ നമ്മളവിടെയൊക്കെ 2 പേരല്ലേ ട്രെയിൻ ഓടിക്കുന്നത്. ഇത് മെട്രോ ഓടിക്കുന്ന പോലെയാണ്. മെട്രോയിൽ അങ്ങനെയല്ലേ, ഒരാളല്ലേ ഓടിക്കുന്നുള്ളൂ. ഇതിനകത്ത് റെസ്റ്റോറൻ്റ് ഉള്ള ട്രെയിനാണല്ലോ. ഇത് അടിപൊളിയാണല്ലോ സംഭവം. വേറെ ലെവൽ ട്രെയിനുകളാട്ടോ. ഭയങ്കര രസമാണ് ഇവിടുത്തെ ട്രെയിനൊക്കെ. ആഹാ, നൈസ്, പൊളിച്ച്. ഇത് പിന്നെ ഫസ്റ്റ് ക്ലാസ് അങ്ങനെ വല്ല ആണോ അറിയത്തില്ലല്ലോ. 2/1 ഒക്കെയാണല്ലോ കാണിക്കുന്നത്. ദിസ് ഇസ് ഫസ്റ്റ് ക്ലാസ്. ഓക്കെ. അതെ, ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. നമുക്ക് സെക്കൻഡ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൽ പോകണം. ഫസ്റ്റ് ക്ലാസ് അല്ലല്ലോ, ഇതാണ് സെക്കൻഡ് ക്ലാസ്. ഇതിനകത്തിരിക്കുക. ഇതുണ്ടോ, 2/2 അതായിരിക്കും സെക്കൻഡ് ക്ലാസ്. അങ്ങനെ കുറിലേക്ക് നമ്മുടെ ട്രെയിൻ വിട്ടു. ഇവിടെ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ ട്രെയിനിൻ്റെയൊക്കെ മാപ്പ്. സ്വിറ്റ്സർലാൻഡിൻ്റെ മൊത്തത്തിലുള്ള മാപ്പാണോ ഇത്, ആണെന്ന് തോന്നുന്നു കേട്ടോ. തിരാനോ എന്ന് നമ്മളിങ്ങനെ ഓരോ റൂട്ട്. സെയിൻറ്റ് മൊറിറ്റ്സ് നിന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഇത് വേറെ ഏതൊക്കെയോ സ്ഥലങ്ങൾ, ഇത് സ്യൂറിക്, പിന്നെ ഇത് ജനീവ ഭാഗം. അങ്ങനെ സ്വിറ്റ്സർലാൻഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു റെയിൽവേയുടെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര സംഭവം അല്ലേ, കൊള്ളാമല്ലേ. പിന്നെ ഓരോരോ സംഭവങ്ങൾ, പിന്നെ ആൽഗ്രൂം, പിന്നെ ഓരോ സ്റ്റേഷൻ്റെ പേര്. പിന്നെ ഇതെന്ന് പറയുന്നത് വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ് ഇവരുടെ ഇതിനകത്ത്. എന്തായാലും അടിപൊളി. അപ്പോൾ വീണ്ടും നമ്മുടെ ട്രെയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മളൊരു 100 കിലോമീറ്റർ ഈ ഒരു ട്രെയിനിലാണ് യാത്ര. നമ്മളിപ്പോൾ പോകുന്നത് ബാർ ഫിനാലെ. ഇത് എന്തോന്നടേ, ഇതൊക്കെ സ്കീയിങ്ങിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ. അടിപൊളി. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഉണ്ടല്ലേ, നമ്മുടെ ബെർണീന എക്സ്പ്രസ് വന്ന വഴി. ആ വഴിയുടെ കണ്ടിന്യൂവേഷനാണ് ശരിക്കും നമ്മളിപ്പോൾ പോകുന്ന ഈ അടുത്ത 100 കിലോമീറ്റർ. ഇതൊക്കെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയുടെ ഒരു റൂട്ടിലാണ്. 196 ബ്രിഡ്ജുകളും പിന്നെ 50-ലധികം ടണലുകളുമുള്ള ആ മനോഹരമായിട്ടുള്ള ആ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൂടെയാണ് നമ്മൾ ഇന്നും അടുത്ത 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ പോകുന്നത്. എൻ്റെ ട്രെയിനിൽ ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ തൽക്കാലം ആരുമില്ല, അതുകൊണ്ട് എനിക്ക് ഒച്ചത്തിലിരുന്ന് സംസാരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, സാധാരണ ലോക്കൽസ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഈ ട്രെയിനിൽ മൊത്തം മറ്റേ സ്കീയിങ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അവർക്ക് അവരുടെ സാധനങ്ങൾ അവിടെ വെക്കുന്നതിന് വേണ്ടി സ്ഥലം വരെയുണ്ട്. അതുകൊണ്ടോ സ്കീയിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി അവിടെ സ്പെഷ്യൽ സ്ഥലം. ആളുകൾ വന്ന് സ്കീയിങ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് പല സ്ഥലത്തുനിന്ന്. ലോക്കൽസ് ആട്ടോ കൂടുതലും. അങ്ങനെ പല സ്വിസ് ഗ്രാമങ്ങൾ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ട്രെയിനിലൂടെ യാത്ര ചെയ്യണം. ശരിക്കും ഈ ഗ്രാമങ്ങൾ കണ്ട് യാത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ട്രെയിനിൽ യാത്ര ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അൽപുല വാലി എന്ന് പറഞ്ഞൊരു വാലിയിലേക്കാണ് പോകുന്നത്. അപ്പം ആ വാലിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഏതോ ഒരു പാസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൾതാമസമുള്ള സ്ഥലങ്ങളൊക്കെ വിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് ഇത്തരത്തിലുള്ള ആൽപൈൻ മരങ്ങളുടെ തോട്ടങ്ങളാണ് കംപ്ലീറ്റ് കാണാൻ സാധിക്കുന്നത്. മഞ്ഞ് വീണ് കിടക്കുന്ന മലകളും ആ മലകളുടെ മുകളിൽ വരെ എല്ലാ ആൽപൈൻ മരങ്ങളാണ് ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്.
നമ്മളിപ്പോൾ ഇറങ്ങി ഇതുകൊണ്ട് ഈ വഴി കൂടെ പോകുന്നുണ്ടോ, നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയാണ് ഈ കാണുന്നതായിട്ടില്ലേ. അങ്ങനെ പല ടണലുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നമ്മളൊരു വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സമ്മറായാൽ കാണാൻ ഭംഗി, വിൻ്റർ ആയി കഴിഞ്ഞാൽ സ്കീയിങ് ആക്ടിവിറ്റീസും വിൻ്റർ ആക്ടിവിറ്റീസിനും വേണ്ടി ആൾക്കാർ വരും. അതുകൊണ്ട് ഏത് സമയം നോക്കിയാലും എപ്പോൾ നോക്കിയാലും മുടിഞ്ഞ കത്തിയാണ്, താമസിക്കാനാണെങ്കിലും എല്ലാത്തിനും. അതാണ് ഇവരുടെ പ്രശ്നം. ഇതൊക്കെയാണ് ഗ്രാമങ്ങൾ, അല്ലേ? നോക്ക്, സ്വിസ് ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്ന ഗ്രാമങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടാവും, അതൊക്കെ സമ്മറിലെ വീഡിയോസാണ്. ഇതിൽ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയല്ലേ, ഭയങ്കര രസം കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നിവിടെ താമസിക്കണം, ഞാൻ ആലോചിക്കട്ടെ. വേറൊരു സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കിനും ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് സ്കീയിങ്ങിന് വേണ്ടി വന്ന ആൾക്കാരൊക്കെ തിരിച്ച് വന്ന് നമ്മുടെ ട്രെയിനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. സ്വിറ്റ്സർലാൻഡ് ചെറിയ രാജ്യമാണ് കേട്ടോ, കുഞ്ഞു രാജ്യമാണ്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പോകുന്ന കുറെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് 2 മണിക്കൂർ പോയാൽ സൂറിക്കെത്തും, അത്രേ ഉള്ളൂ. ചെറിയ രാജ്യമാണ്, പെട്ടെന്ന് അങ്ങോട്ടൊക്കെ പോകാം. നമ്മൾ ഇറങ്ങി ആ വാലിയിലേക്ക് വന്നു. വാലിയിലേക്ക് വന്നപ്പോഴത്തേക്കും ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് കൃഷി സ്ഥലങ്ങളും പിന്നെ മലയുടെ മേളിലെല്ലാം വീടുകളുണ്ട്, അതിൻ്റെ മേളിലെല്ലാം വീടുകളാണ്. അങ്ങനെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ലൊരു നദി, ആ നദിയിലെ വെള്ളത്തിൻ്റെ കളറുണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, നോക്കി ട്രാൻസ്പെറൻ്റ് വെള്ളം, അടിപൊളി മോനെ. നദിയുടെ പേരൊന്നും ഞാൻ നോക്കിയില്ല, എന്തായാലും നദിയുടെ തീരത്തൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളങ്ങനെ കൂറുത്തറ നല്ല സ്ഥലപ്പേരല്ലേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് അവിടേക്ക് ഒന്ന് കറങ്ങണം. അത് എന്താ സ്ഥലം, എങ്ങനത്തെ സ്ഥലമാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ഇറങ്ങി നോക്കാം എന്താ സ്ഥലമെന്ന്. ഇപ്പോൾ ഫുള്ള് പരന്ന സ്ഥലമായി മാറുമോ, വണ്ടിയൊക്കെ പോകുന്ന പോക്ക് കണ്ടു, എന്നാ സ്പീഡാണെന്നറിയോ. നല്ല കിടിലൻ റോഡല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ മലകൾക്കിടയിലുള്ള ഒരു ചെറിയൊരു താഴ്വാരത്താണ് ഈ ഒരു കൂർ എന്ന് പറയുന്ന ഇതൊരു ചെറിയ നഗരം കേട്ടോ, അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണ്. ഇവിടെ നിന്ന് എനിക്ക് വന്നൊരു 2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഇവരുടെ സുറിക്ക് എന്ന് പറഞ്ഞ നഗരത്തിലെത്താം. അങ്ങനെ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് കുറച്ച് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കണ്ടു, ഫ്ലാറ്റുകളൊക്കെ കണ്ടു. കുന്നും മലയൊക്കെ മാറ്റി നിർത്തിയിട്ടേ ഇത് നല്ല വൃത്തിയുള്ള നഗരം കേട്ടോ, ഇത് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അടയല്ലേ, ആളിറങ്ങിയില്ല. ഓക്കെ, അപ്പം ഞാൻ ഇറങ്ങി. അപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് കുർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുർ എന്നൊക്കെ നമ്മൾ പറയും. അയ്യേ ചളിച്ചി സോറി, കുർ സീരിയസ്. ഓക്കെ, കുർ എന്നുള്ള സ്ഥലത്ത് നമ്മളൊന്ന് ഇറങ്ങി. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഇത് വേറെ ഏതൊരു ട്രെയിനാണ്. ആ ട്രെയിനിൻ്റെ റെസ്റ്റോറൻ്റ് ആണത്. എനിക്കൊന്ന് ഇവരുടെ ഫാസ്റ്റ് ട്രെയിൻ പോലത്തെ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ മറ്റേ സ്യൂറിക്കിലേക്കൊക്കെ പോകുന്ന ട്രെയിനായിരിക്കും ഇത്.
അത് തന്നെ കണക്ഷൻ ഇറങ്ങി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ആ ട്രെയിനിലെ റെസ്റ്റോറൻറ്റ് കണ്ടോ, അടിപൊളി റെസ്റ്റോറൻ്റ് അല്ലേ, സെറ്റപ്പാണേ. എന്തായാലും നമുക്ക് ട്രെയിൻ നോക്കി വായി നോക്കിയിരിക്കാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നല്ല വൃത്തിയുള്ള നല്ല വലിയ സ്റ്റേഷൻ. വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിൻ സ്റ്റേഷൻ്റെ അണ്ടർഗ്രൗണ്ട് ഭാഗമൊക്കെ നോക്കി, അതായത് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകുന്ന വഴിയാണത്. നോക്കി എന്ത് അടിപൊളിയാല്ലേ, എന്ത് സെറ്റപ്പാല്ലേ. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ ഇതുപോലെയുള്ള ചെറിയ ഫുഡ് കോർട്ടുകളുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് അഫോർഡബിളായിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പുകളെന്ന് പറയുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് കുറേ ലേക്സൊക്കെ കണ്ടില്ലേ. സ്വിറ്റ്സർലാൻഡിൽ 7000-ലധികം ലേക്കുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 7000-ലധികം ലേക്കുകൾ. ഇവിടുത്തെ ആളുകളൊക്കെ പൊതുവെ കല്യാണം കഴിക്കുന്നതൊക്കെ വളരെ ലേറ്റായിട്ടാണ് കേട്ടോ. അതായത് 30 വയസ്സ് കഴിയാതെ ഇവിടുത്തെ ആൾക്കാർ കല്യാണം കഴിക്കില്ല. എല്ലാവരും 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അതങ്ങനെയാണ് ഇവിടുത്തെ രീതി. റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കംപ്ലീറ്റ് ഷോപ്പിംഗ് ഏരിയാസ് ആണല്ലോ, അടിപൊളി. ഫാർമസി, പിന്നെ ചെറിയ ഫുഡ് കോർട്ടുകൾ, അത് ഇത് സെറ്റപ്പുകൾ. ഇത് ഗംഭീര സ്ഥലമാണല്ലോ. ഇത് ഗ്രാമമൊന്നും അല്ല. എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല. പിള്ളേർ സൈക്കിള് ചവിട്ടിക്കൊണ്ട് മേളിലോട്ട് പോകുന്നു. അല്ല ചവിട്ടിയല്ല, ഉന്തി വലിച്ച് മേളിലോട്ട് കൊണ്ടുപോകുന്നു. കുർ ബസ്. ഇവിടുത്തെ ബസ്സും അടിപൊളിയാണല്ലോ. ട്രെയിൻ മാത്രമല്ല കേട്ടോ. കുർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇത് ഇവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു സിറ്റി സെൻറ്റർ ഏരിയ ആണ് ഇത്. അടിപൊളി മോനെ, എന്ത് വൃത്തിയല്ലേ. നല്ല തണുപ്പാട്ടോ. യൂറോപ്പിലെ ക്രൈം റേറ്റ് വളരെ കുറവുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ മെജോറിറ്റി ഓഫ് ആളുകളുടെയിലും ഗണ്ണുണ്ട്, US പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ക്രൈം റേറ്റ് വളരെ കുറവാണ്. ഈ ഒരു സ്ഥലത്തൊക്കെ ഇത്രയും ഭയങ്കര സെറ്റപ്പൊക്കെയാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ശരിക്കും ഇവിടെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്, സ്വിറ്റ്സർലാൻഡിലെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ന് പറയുന്നത് അത് ഭയങ്കരമാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും നല്ല പൈസ ഉണ്ടല്ലോ. പൈസ ഇല്ലാതെ വരുമ്പോഴാണല്ലോ നമ്മുടെ ലിവിങ് ക്വാളിറ്റി കുറയുന്നത്. കയ്യിൽ കാശുള്ളപ്പോഴത്തേക്കിനും ലിവിങ് ക്വാളിറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഒരു വലിയൊരു ഡെവലപ്ഡ് കൺട്രിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇതൊരു ഡെവലപ്ഡ് കൺട്രിയാണ്. ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോഴത്തേക്കിനും മേ ബി ഇൻഫ്രാസ്ട്രക്ചർ വൈസ് എന്നുള്ളതിലുപരിയായിട്ട് എക്കണോമിക്കലി ഭയങ്കര ഡെവലപ്ഡാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യത്തിൽ ആളുകളുടെ പല കാര്യത്തിലും, ഈവൻ സിവിക് സെൻസിലാണെങ്കിലും എന്തൊക്കെ കാര്യത്തിലും എല്ലാം ഡെവലപ്ഡ് ആണെന്ന് പറയാം. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഒരു മലഞ്ചെരുവിലുള്ളൊരു സ്ഥലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് അടിപൊളിയായിട്ടാണത് ഡിസൈൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, പൊളിയാണല്ലോ. ഇവിടെ എന്തോ ഫെസ്റ്റിവലാണോ, എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ പരിപാടികൾ. എന്തായാലും ഓളമാണ് മൊത്തത്തിൽ. ആളുകളൊക്കെ പ്രത്യേക യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഉള്ള മുഖമൊക്കെ കണ്ടില്ലേ, അടിപൊളി. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ എന്തോ കാർണിവൽ നടക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. എന്ത് കാർണിവലാന്ന് എനിക്കറിയത്തില്ല. മേ ബി എന്തെങ്കിലും സംഭവം ആയിരിക്കാം. ഗംഭീര പെർഫോമൻസ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. ഞാൻ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ട് എനിക്ക് ഫോണൊന്നും പുറത്ത് പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. തണുപ്പത്തും ആൾക്കാരൊക്കെ പുറത്തിരിക്കുമെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തിരിക്കുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ സംഭവം കൊള്ളാമല്ലേ. ഇത് രസമല്ലേ, ബിൽഡിങ്ങുകളൊക്കെ കാണാനും ബാക്കിയുള്ള സംഭവങ്ങൾ കാണാനും ഒക്കെ. നമ്മൾ ഇതുവരെ കണ്ട യൂറോപ്പാണോ ഇത്? ഒരിക്കലും അല്ല കേട്ടോ. ഇതുവരെ കണ്ട യൂറോപ്പ് എന്ന് പറയുന്നത് യൂറോപ്പായിരുന്നു. എൻ്റെ മനസ്സിലുള്ള യൂറോപ്പ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയായിരുന്നു, ഇതുപോലുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സ്യൂറിക്കിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിലും അടിപൊളിയായിരിക്കും. എന്തായാലും ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ചുറ്റിപ്പറ്റി കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട്. നമുക്ക് തൽക്കാലം നീക്കാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകല്ലോ. നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ നോക്കുമായിരുന്നു ഇവിടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ താമസിക്കാമെന്ന്. ഞാൻ നോക്കി. ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 10 ഹോട്ടലാണ്. കാരണം ലാസ്റ്റ് ടൈം ആണല്ലോ, എല്ലാം ടൂറിസ്റ്റുള്ള സ്ഥലമാണല്ലോ. ആകെ 10 ഹോട്ടലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ റേറ്റ് 30,000 രൂപ. 30,000 രൂപ കേസ്. നമ്മൾ ചോറെന്നൊക്കെ പറയുന്നല്ലോ അല്ലേ. ചുറല്ല കുർ ബസ്. ഇത് ബസ്സാണോ പോകുന്നത് ട്രെയിനാണോ പോകുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ ഉണ്ട്. ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും എല്ലാം മുമ്പിലും പുറകിലുമാണ്. ബസ് സ്റ്റാൻഡാണ് കേസ്. ഇത് നോക്കിയേ,
എന്ത് വൃത്തിയാണെന്നൊക്കെ. എന്തെങ്കിലും ഒരു ചപ്പയവർ പോലെ എന്തെങ്കിലും ഒരു സംഭവം താഴെ കിടക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അതാണ്. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ക്യാഷ് എന്ന് പറഞ്ഞ സംഭവം കൈകൊണ്ട് തൊട്ടിട്ടില്ല കേട്ടോ. അതായത് യൂറോപ്പിൽ പൊതുവേ നമുക്ക് ക്യാഷ്ലെസ് ചെയ്യാം എല്ലായിടത്തും. ഞാൻ സ്വിസ് ഫ്രാങ്ക് ഞാൻ കണ്ടതേ ഇല്ല. സ്വിസ് ഫ്രാങ്ക് നമുക്ക് കളക്ഷന് വേണ്ടി എന്തെങ്കിലും കുറച്ച് 2-3 സ്വിസ് ഫ്രാങ്ക് വാങ്ങിച്ചെടുത്ത് ഞാൻ വെക്കും എവിടെന്നെങ്കിലും. ഈ ലോകത്തിലെ 2 മോസ്റ്റ് ലിവബിൾ സിറ്റീസ് എന്ന് പറയുന്ന സ്യൂറിക്കും അതേപോലെ തന്നെ ജനീവയും, അത് രണ്ടും ഇവിടെ സ്വിറ്റ്സർലാൻഡിലാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ സാലറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈ സാലറിയാണ്. മലയാളികൾ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ, ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഇവിടെയൊക്കെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലെന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. അതായത് ജോലി ഇല്ലായ്മ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. എല്ലായിടത്തും നല്ല ജോലിയും നല്ല സാലറിയും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി പോകാം. അത് ബുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ബുക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ബുക്സ് അതിവിടെ നിന്നൊരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ, അങ്ങോട്ടേ പോകാം. അപ്പോൾ ഞാൻ അടുത്ത ട്രെയിനിൽ വന്ന് കയറി. ഇനി വേറൊരു സംഭവം പറയാം. ഈ സ്വിറ്റ്സർലാൻഡിൽ ഒരു പ്രത്യേക തരം ടൂറിസമുണ്ട്. അതെന്താണെന്നറിയാമോ? ആത്മഹത്യാ ടൂറിസം, അല്ലെങ്കിൽ അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു ടൂറിസം അതിവിടെ ഉണ്ട്. ക്യാൻ യു ഇമാജിൻ എന്താ സംഭവം എന്നുള്ളത്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ടൂറിസം. അതായത് നിങ്ങൾക്ക് നിയമപരമായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഈ രാജ്യം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു 7 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ചിലവ് വരും. അതായത് ഫ്യൂണറൽ ഇല്ലെങ്കിൽ 7 ലക്ഷം രൂപ, നിങ്ങളെ ഇവിടെ ഫ്യൂണറൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ. ഞാൻ വായിച്ച് മനസ്സിലാക്കിയ വിവരമാണ്. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സൂപ്പർവൈസ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതും നിങ്ങൾ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും മേൽനോട്ടത്തോടു കൂടി ചെയ്തു തരും. പക്ഷേ നിങ്ങൾ തന്നെ മരിക്കണം. ചാവാൻ വേണ്ടി മരുന്നാണ് തരുന്നത്. ആ മരുന്ന് നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് കഴിക്കണം, അതാണ് റൂള്. അപ്പോൾ അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂറിസം ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അത് നമ്മുടെ ടെക്ട്രാലിഡ് ഷോർട്സ് ചാനലിൽ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് പറഞ്ഞ് ചെയ്യാം. ഇവിടുത്തെ സാധാരണ ഒരു ലോക്കൽ ട്രെയിനാണ് നോക്കി. സാധാരണ ഒരു ലോക്കൽ ട്രെയിൻ, അതായത് കേവലം ഒരു 1.5 മണിക്കൂർ മാത്രം യാത്ര ചെയ്യുന്ന, ഞാനിത് അരമണിക്കൂർ യാത്ര ചെയ്യുന്നുള്ളൂ, എന്നാലും 1.5 മണിക്കൂർ മാത്രം യാത്ര ചെയ്യുന്ന ഒരു സാധാരണ ലോക്കൽ ട്രെയിനാണിത്. എന്ത് ഫെസിലിറ്റീസ് ആണെന്ന് നോക്കി. അതായത് എത്ര നീറ്റാണ്, എത്ര ക്ലീനാണ്, എന്ത് ലക്ഷൂറിയസാണ്. നമ്മുടെ വന്ദേ ഭാരതിനെക്കാട്ടി ലക്ഷൂറിയസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വന്ദേ ഭാരതാണ് നമ്മുടെ പ്രീമിയം. ഞാൻ കമ്പയർ ചെയ്യുമല്ല, എന്നിരുന്നാലും ഞാനൊരു താരതമ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ആ ഒരു ഫെസിലിറ്റീസും ആ ഒരു വൃത്തിയും സംഭവങ്ങളും ഡിസൈനും ഫിനിഷിങ്ങും മൊത്തത്തിൽ നോക്കിയേ. ഇത് കണ്ടില്ലേ? ഇത് കണ്ടോ? ഇതൊക്കെ മറ്റേ സീറ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ വളരെ മനോഹരമായിട്ട് സ്ഥലപ്പേരും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. ഇവിടെയും ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഒരു SOS മെഷീനുണ്ട്. നമുക്ക് ട്രെയിൻ ഓപ്പറേറ്ററായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവം. ഇവിടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഡസ്റ്റ്ബിന്നാണ് ഈ കാണുന്നത്. അങ്ങനെയുള്ള പല സംഭവങ്ങളും. പിന്നെ ഫുൾ ക്യാമറ സെറ്റപ്പ്, പിന്നെ നല്ല മനോഹരമായിട്ടുള്ള വൃത്തിയുള്ള ബാത്റൂമുകൾ, പിന്നെ നമുക്ക് ഈ പ്രാം കയറ്റുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, സൈക്കിൾ കയറ്റുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, സൈക്കിൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം, അങ്ങനെ തുടങ്ങി എന്തിൻ്റെ ട്രെയിനിൽ മാഗസിൻസ് വരെ വെച്ചിട്ടുണ്ട് എടുത്ത് വായിക്കാൻ വേണ്ടി. അങ്ങനെ അത്രയും സംഭവങ്ങളൊക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള വൃത്തിയുള്ള ഒരു അടിപൊളി ഒരു കിടിലൻ ട്രെയിൻ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ട്രെയിൻ അവിടെ നിന്ന് നീങ്ങി നമ്മളിനിയിപ്പോൾ ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തുന്നറിയാം? ലിക്റ്റൻസ്റ്റൈൻ ഇല്ലേ, നമ്മുടെ ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ രാജ്യം, ആ രാജ്യത്തിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തും. നമ്മളവിടെ ഇറങ്ങും. അവിടെ ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തു. എനിക്കൊരു ഹോട്ടൽ കിട്ടി. 15,000 രൂപയായി കേസ്. അതാണ് പരിസരത്ത് ഏറ്റവും കുറഞ്ഞ ഹോട്ടൽ. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മൾ എന്നിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് അതൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു. ആ ഗ്രാമങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് നാളെ നമ്മൾ ലിക്റ്റൻസ്റ്റൈൻ പോകും. വേറെ രാജ്യമാണ്, അടുത്ത രാജ്യമാണ്. അതായത് ഓസ്ട്രിയയുടെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും മധ്യഭാഗത്തായിട്ട് ഇടയ്ക്കായിട്ട് കിടക്കുന്ന സാൻഡ്വിച്ചായി കിടക്കുന്ന ഒരു രാജ്യമാണ് ലിക്റ്റൻസ്റ്റൈൻ. ഞാനിതുവരെ ഇവിടെ വന്നിട്ടൊരു സ്വിസ് ബാങ്ക് കണ്ടില്ല. ഞാൻ നോക്കണേ എവിടെയാണ് സ്വിസ് ബാങ്ക് ഉള്ളതെന്നുള്ളത്. ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ഫേമസ് ഫോർ വാച്ചസ്, പിന്നെ ബാങ്ക്, ചോക്ലേറ്റ്, അങ്ങനെ എന്തോരം കാര്യങ്ങളിൽ ഫേമസ് ആണല്ലേ. ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകൾ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റുകൾ, എക്സ്പെൻസീവ് ആയിട്ടുള്ള പല സംഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് സ്വിറ്റ്സർലാൻഡിൽ. ഇവിടെ വെറുതെ ശ്വസിക്കണമെങ്കിൽ പോലും എക്സ്പെൻസീവാണ് ഗൈസ്. ചുമ്മാ റോഡിൽ കൂടെ നടക്കണമെങ്കിൽ പോലും എക്സ്പെൻസീവാണ്. എന്ത് ചെയ്യണേലും എക്സ്പെൻസീവാണ്. തൊട്ട പൈസ മിണ്ടിയ പൊറോട്ട എന്ന് പറയുന്ന പോലെ. നമ്മുടെ റെഡ് ക്രോസ് എന്ന് പറഞ്ഞ സംഘടനയില്ലേ, അത് ആരംഭിച്ചത് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ്. അതാണ് നമ്മുടെ റെഡ് ക്രോസിൻ്റെ ഫ്ലാഗും സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗ് നമുക്ക് റെഡിൽ വൈറ്റ് ക്രോസും, റെഡ് ക്രോസിൻ്റെ ഫ്ലാഗ് നമുക്ക് വൈറ്റിൽ റെഡ് ക്രോസുമാണ്. പിന്നെ ഇവന്മാർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഇപ്പോൾ ആധുനികമായിട്ട് നമ്മൾ പല ആളുകളും ഉപയോഗിക്കുന്ന
പല സംഭവങ്ങളും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും. അതായത് ഉപയോഗിക്കാൻ പാടില്ലാത്ത പല സാധനങ്ങളും കണ്ടുപിടിച്ചത് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ടണൽ ഗോത്ത ടണൽ എന്ന് പറയും. ഗോത്ത ടണൽ അത് ആൽപ്സ് പർവ്വതത്തിൻ്റെ അടിയിൽ കൂടെ നിർമ്മിച്ചതാണ്. ആ ടണൽ ഇവിടെ സ്വിറ്റ്സർലാൻഡിലാണ്. 57 കിലോമീറ്ററാണ് ആ ടണൽ നിർമ്മിച്ചിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഇംഗ്ലീഷ് ചാനലില്ലേ, നമ്മുടെ ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും ഇടയ്ക്കുള്ള ഇംഗ്ലീഷ് ചാനലിന് കടലിനടിയിലൂടെ നിർമ്മിച്ചത്, അതിനെക്കാട്ടി 7 കിലോമീറ്റർ ദൂരം കൂടുതലാണ് ഗോത്ത ടണൽ എന്ന് പറയുന്നത്. 17 വർഷം എടുത്തിട്ടാണ് ആ ടണൽ അവർ പൂർത്തിയാക്കിയത്. അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. ട്രാവൽ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്തൊരു പരിപാടിയാണത്. ട്രാവൽ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി ടണൽ 57 കിലോമീറ്റർ. എന്തല്ലേ, അത് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. അത് നമുക്ക് ബൈ റോഡ് പോകണം. അത് വേറെ എപ്പോഴെങ്കിലും നമുക്ക് വണ്ടിയും കൊണ്ട് വരുമ്പോൾ നമുക്ക് പോകാം. ഗൈസ്, ഇവിടെ എന്തോ പറ്റി ഗൈസ്. നമ്മൾ ഓൺ ദ വേയിൽ ട്രാക്കിൽ എന്തോ സംഭവിച്ചിട്ട് ഈ ട്രെയിൻ ക്യാൻസൽ ചെയ്തു. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞ് അനൗൺസ്മെൻറ്റ് വന്നു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് പൊക്കിയടിച്ചപ്പോഴേ ഞാൻ ആലോചിച്ചതാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. ഇവരുടെ ഭാഷയിലാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവരെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. അതായത് പോകുന്ന വഴിക്ക് എന്തോ സംഭവിച്ചു, സോ എന്തോ പ്രശ്നമുണ്ട്, എല്ലാവരും പുറത്തിറങ്ങി നിൽക്കണം, എന്നിട്ട് സ്റ്റേഷനിലെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. 2 സ്റ്റേഷനും കൂടെ ഉള്ളു ഇനി, 2 സ്റ്റേഷൻ. എന്നിട്ടും അതങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്നറിയില്ല. എല്ലാവരും ഇറങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും ഇവിടെ പുറത്തിറക്കി നിർത്തി. എന്താ സംഭവം എന്നറിയത്തില്ല. എല്ലാവരും പുറത്തിറങ്ങി നിന്നു. ഇവിടെ നോക്കി വണ്ടികളൊക്കെ കിടക്കുന്ന കണ്ട, എന്തോരം വലിയ പാർക്കിംഗ് ഏരിയ ആണെന്ന് നോക്കി. ആളുകൾ ഇങ്ങനെ വണ്ടി കൊണ്ടിടും, ട്രെയിനിൽ കയറി പോവും. അങ്ങനെയാണല്ലോ പരിപാടികളൊക്കെ. അതാണല്ലോ പബ്ലിക് ട്രാൻസ്പോർട്ട് നല്ലതാക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ട്രെയിനിൽ നിന്ന് വന്ന പകുതി ആൾക്കാർ ഇറങ്ങിപ്പോയി കേട്ടോ. അവരെങ്ങോട്ട് പോയി എന്നൊരു ഐഡിയ ഇല്ല. എന്നെപ്പോലെ കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ വായി നോക്കി നിൽപ്പുണ്ട്, എന്താണെന്നൊന്നും അറിയാതെ. ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട് അങ്ങോട്ട്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും വള്ളി വല്ലതും ആണോ ആർക്കറിയാം. ഇതാകെ പെട്ടല്ലോ. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റായി ഇവിടെ ട്രെയിൻ നിർത്തിയിട്ട്. എന്താ അവസ്ഥ എന്നറിയത്തില്ല. ട്രെയിനിലെ പകുതി ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ലത് പറഞ്ഞ് പൊക്കി അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. അതാണ് പ്രശ്നം. പുറത്ത് നല്ല വെയിലല്ലേ. ടെമ്പറേച്ചർ എത്ര എന്നറിയോ? ഒന്നും പറയണ്ട. 4 ഡിഗ്രി എന്നാണ് കാണിക്കുന്നത്, പക്ഷേ ഫീൽസ് ലൈക്ക് -6 എന്ന്. എല്ലാവരും അകത്തോട്ട് കയറുന്നുണ്ട്. എല്ലാവരും അകത്തോട്ട് കയറുമ്പോൾ ഞാനും കയറാമല്ലോ, അല്ലാതെ ഇപ്പം എന്നാ ചെയ്യാ? തുറക്കില്ലേ? തുറക്കോ? ഒന്ന് കയറിയിരിക്കാം. ട്രെയിനിനകത്ത് ഇതുണ്ടോ, കോഫി വെൻഡിങ് മെഷീൻ. പിന്നെ ഇവിടെ നമുക്ക് കൊക്കക്കോളയും പിന്നെ അതുപോലുള്ള സംഭവങ്ങളും. റെഡ് ബുള്ളിനും കൊക്കക്കോളയ്ക്കും ഒക്കെ ഒരേ റേറ്റ് ആട്ടോ. എല്ലാം 3.5 മറ്റേ സ്വിസ് ഫ്രാങ്ക് ആണ്. റെഡ് ബുള്ളിനും 3.5, കൊക്കക്കോളയ്ക്കും 3.5, വെള്ളത്തിനും 3.5. അതായത് വെള്ളവും റെഡ് ബുള്ളും ഒക്കെ ഒരേ റേറ്റാണ്. ബിയറായിരിക്കും ചീപ്പായിട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത്. അതേ ഗൈസ്, ബിയറിന് 5 ഉള്ളൂ. ബിയറിന് 3.5 ബിയറും ഉണ്ട്, 5 ബിയറും ഉണ്ട്. ശരി, വെള്ളവും ബിയറും റെഡ് ബുള്ളും കൊക്കക്കോളയും എല്ലാം ഒറ്റ പ്രൈസാട്ടോ. അയ്യോ പണിപാളി, ഇത് തിരിച്ചു പോകണം. ഇത് തിരിച്ചു പോകണം. ഇത് കുറിലേക്ക് തിരിച്ചു പോകുന്നു. ദൈവമേ, പെട്ട്. അയ്യോ, ഇനി എന്നാ ചെയ്യാ? ഇത് തിരിച്ചാണല്ലോ പോകുന്നത്. ട്രെയിനൊക്കെ നല്ലത് മാത്രം ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമുണ്ടോ സിസ്റ്ററില്ലേ? ഇതൊക്കെയാണോ അവസ്ഥ? വല്ലപ്പോഴും ഒന്ന് പോസിറ്റീവായിട്ട് നെഗറ്റീവായി പറയാതെ പോസിറ്റീവായിട്ട് പൊക്കി എന്തെങ്കിലും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണെന്ന് എനിക്ക്. ഇത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ ഒരു ബസ്സെങ്കിലും അറേഞ്ച് ചെയ്ത് തന്നൂടെ? എങ്ങനെ പോയിനി? ഞാനെന്നാ നമ്മളവിടെ പോയിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാമെന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. അപ്പോൾ സമയം 4:15. ഇനിയിപ്പോൾ തിരിച്ചിത് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്നാൽ ഇവന്മാർക്ക് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് ചെയ്യണ്ടേ? അവരെന്തൊക്കെയോ ഇവരുടെ ഭാഷയല്ല അനൗൺസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഈ ട്രെയിനിൽ കയറി. അപ്പോൾ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഇനി എന്തായിരിക്കും, ഇനി എങ്ങനെയായിരിക്കും പോകുന്നത്? അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ എവിടെ എത്തി? കുർറെത്തി. ഇനി എങ്ങനെ പോവാ? ഈ ട്രെയിൻ തന്നെയാണോ ഇനി പോകുന്നത്? എന്താണ് ഇവന്മാർ ഈ കാണിക്കുന്നത്? നോക്കിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇത് തന്നെ അങ്ങോട്ട് പോകുന്ന എഴുതി വെച്ചേക്കുന്നത്. ഇവന്മാർക്ക് ഭ്രാന്താണോ? ഇവന്മാർ ഭ്രാന്തന്മാരാണോ ഇവന്മാർ? അങ്ങോട്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തൊന്നിടേ കാണിക്കുന്നത്? ഇത് 16:42 ഇനി പോവുള്ളൂ. അതായത് ഇനിയിപ്പോൾ 3/4 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് 16:31 അവിടെ വേറെ ട്രെയിൻ വരും. അത് സർഗൻസിൽ പോകുന്നതാണ്. അതിൽ കയറിയിട്ട് എങ്ങോട്ടേലും ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോകാം. എന്തുവാടെ ആകപ്പാട് ഇത്രയ്ക്ക് ദൂരമേ ഉള്ളൂ. ആകപ്പാട് ഇത് മൊത്തം ഒരു 40 മിനിറ്റ് യാത്രയേ ഉള്ളൂ, അല്ല 1/2 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ എത്രയിട്ട് വലിപ്പിക്കുന്നത്. അങ്ങനത്താണ് തിരക്ക്. നോക്കി എന്തോരം തിരക്കാൻ നോക്ക്. ഈ ട്രെയിൻ പോയിട്ട് പണി കൊടുത്തിട്ട് തിരിച്ചു വന്നില്ല, അതുകൊണ്ടായിരിക്കും അവിടെ ഇത്രയും തിരക്ക്. ഉള്ളല്ലോ, ഇത് അടിപൊളി ട്രെയിനാണല്ലോ. ഇത് വെറൈറ്റി ട്രെയിനാണല്ലോ. ഇത് ലോക്കൽ ട്രെയിൻ ഉള്ളല്ലേ. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇത് കുഞ്ഞുങ്ങളുടെ കോച്ച് പോലെ കളർഫുൾ കോച്ചുകൾ.
നിന്നെ ഇവിടെ ഡിഫറെൻറ്റ് ട്രെയിനുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു ഇവിടുത്തെ റെയിൽവേ കേട്ടോ. എല്ലാവരും ബാക്ക് പാക്കേഴ്സ് ആണല്ലോ, ഇഷ്ടംപോലെ ഉണ്ട് ബാക്ക് പാക്കേഴ്സ്. എന്നെ പോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന ആളുകളെ കുറേ ഉണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും വേറെ ഒരു ട്രെയിനിൽ കയറി നമ്മൾ വീണ്ടും പോവാണ്. ഇത് വീണ്ടും അതേ ദൂരം. നമ്മളാകെ 10 മിനിറ്റേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റേ ട്രെയിനിൽ. 10 മിനിറ്റ് പോയി അതേപോലെ തിരിച്ചു കൊണ്ടുവന്ന് മറ്റേ സ്റ്റേഷനിൽ കൊണ്ടിടുകയും ചെയ്തു. അങ്ങനെ നേരത്തെ വന്നിറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോയ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങി വന്നു ട്രെയിനിലുള്ള പകുതി ആൾക്കാർ അവിടെ ഇറങ്ങുമെന്ന് തോന്നുന്നു. ഇപ്പം നല്ല തിരക്ക് കേട്ടോ. എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്കീയിങ്ങിനും മറ്റു പരിപാടികൾക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നവരാ. അടിപൊളി. ഇത് വന്ന് ഇവിടെ ഇറങ്ങിയല്ലോ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാ? ഇത് വീണ്ടും ഇവിടെ വന്ന് ഇറങ്ങിയല്ലോ. ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരും ഒന്നും പറഞ്ഞു തരുന്നുമില്ല. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ പരിപാടി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരെ ബസ് എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. റൂട്ടിൽ പോകാനായിട്ട് ഒന്ന് പോയി നോക്കട്ടെ. എന്തോ പരിപാടിയുണ്ട്, ഇവരെന്തോ പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇതെന്തുവാ ഇത് കാര്യമായിട്ട് എന്തോ പ്രശ്നം സംഭവിച്ചതാ കേട്ടോ. അടിപൊളി. ഭാവി ചെല്ലുന്നിടത്തും പാതാളമെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയല്ലോ. ഇനി എന്നാ ചെയ്യുക? അതായത് ഈ നിൽക്കുന്ന ആളുകളൊക്കെ എല്ലാവരും സർഗൻസിലും ബുക്സിലും ഒക്കെ പോകേണ്ട ആൾക്കാരാണേ. ട്രെയിൻ എന്തോ കാരണത്താൽ ക്യാൻസൽ ആയതാണ് ഫുള്ള്. ഈ ട്രെയിനിൽ വന്ന ആൾക്കാരും നേരത്തെ ഞാൻ വന്ന ട്രെയിനിൽ വന്ന ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ബസ്സൊന്നും ആരും അറേഞ്ച് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ലൈൻ ബസ് ഉണ്ട്. ലൈൻ ബസ് ഇനി അടുത്തത് 5:45 എങ്ങോട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല എന്താ അവസ്ഥയെന്ന്. ഞാനാണെങ്കിൽ ഹോട്ടലും ബുക്ക് ചെയ്തു. ഹോട്ടൽ ബുക്ക് ചെയ്ത് വേറെ വഴിയൊന്നുമില്ല. ഇവിടെ ആരോ എന്തൊക്കെയോ ബാൻഡൊക്കെ വായിക്കുന്നുണ്ട്. ബോറടിച്ചിട്ടായിരിക്കും. ആ വീൽ ചെയറിൽ ഒരു അപ്പൂപ്പനിരുന്ന് വായിക്കുക. പുള്ളിക്കിരുന്ന് ബോറടിച്ചെന്ന് തോന്നുന്നു. പ്രതിഷേധമായിരിക്കും. ആളുകളൊക്കെ എത്ര സിമ്പിളായിട്ടാണ് നിൽക്കുന്നതല്ലേ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇറങ്ങി കച്ചറയാക്കി ബഹളമാക്കൂലേ. ഇവിടെ ആരെങ്കിലും ഇറങ്ങി എന്തെങ്കിലും കച്ചറയാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്കിനി 31 കിലോമീറ്റർ പോകാനുണ്ട്. ആ 31 കിലോമീറ്ററിലാണ് പ്രശ്നം. ട്രെയിനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും പോകുന്നില്ല. എല്ലാം ക്യാൻസൽഡ്. എല്ലാവരും ഇവിടെ പുറത്തിറങ്ങി നിൽക്കുക. 30 കിലോമീറ്റർ പോകാനേ ഉബർ നോക്കിയപ്പോൾ കാണിച്ച റേറ്റ് കണ്ടോ? 10,000 രൂപ. 114 ഇവിടുത്തെ പൈസ. അടിപൊളി. ഉബറൊന്നും വേണ്ട. എന്നാലും എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നതുണ്ടോ നോക്കി. എന്തുവാടി ഇത്? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴിയില്ലേ. ഇത് ബസ്സും ഇല്ല, ഓട്ടോയും ഇല്ല. ടാക്സി ആണെങ്കിൽ കൊല്ലണ റേറ്റും. പറയുമ്പോൾ എന്താ സ്വിറ്റ്സർലാൻഡാണ്. പക്ഷേ ഒരു ട്രെയിൻ ക്യാൻസലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ട്രെയിൻസ് റൂട്ടിൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാവരും പെരുവഴിയായി. ആൾക്കാരെല്ലാവരും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ആൾക്കാരെ വരുന്നതെന്ന് നോക്കി. കുറേ ട്രെയിനുകൾ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് എല്ലാം കൂടെ. അടിപൊളി. ഇനി എന്നാ ചെയ്യുക? എല്ലാവരും കൂടെ ഇതിനും മാത്രം ബസ് അവിടെ നിന്ന് വരും. എന്നാൽ ഇവിടുത്തെ ആളുകളുടെ ക്ഷമയും സംയമനവും ഒക്കെ ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ആലോചിക്ക്, ഇവിടെ നിന്നുള്ള പല ട്രെയിനുകളും ക്യാൻസൽഡാ. ഒരു ഭാഗത്തേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് റെയിൽവേ റൂട്ടിൽ എന്തോ സംഭവിച്ചു. അത് ചിലപ്പം ട്രെയിൻ അപകടമായിരിക്കാം, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ റൂട്ടിൽ, അതായത് ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തെ സ്റ്റേഷൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത്. സർഗാം എന്ന് പറയുന്നത്, സർഗാണോ അങ്ങനെ സ്ഥലത്ത്, അവിടെ വരെ ട്രെയിൻ ഓടുന്നില്ല. അപ്പോൾ ഇവർ ഇപ്പോൾ എന്തോ ബസ്സിനുള്ള എന്തോ അറേഞ്ച്മെൻറ്റ് എന്തൊക്കെയോ റെയിൽവേ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അത് ചെയ്യുമോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവർക്കും വീട്ടിൽ പോകണമല്ലോ. നമ്മളെപ്പോലെ തന്നെയല്ലോ എല്ലാവരും പിള്ളേരും പറഞ്ഞ പോലെ പ്രായമായവരൊക്കെ ഇങ്ങനെ നിൽക്കുകയല്ലേ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ എന്നാ ചെയ്യുക? ഒരു ടെസ്ലയുടെ ടാക്സി കണ്ടോ? ആ ടാക്സി കൊണ്ട് അവിടെ നിർത്തി ഡോറൊക്കെ തുറന്ന് ആൾക്കാർ ഇറങ്ങുന്നത് കണ്ടോ? എന്ത് ലുക്കല്ലേ ഈ ടാക്സി. ഇവിടൊക്കെ ടാക്സി ആയിട്ടാണ് ഈ വണ്ടികളൊക്കെ ഓടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് എന്തോ ഒരു ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറഞ്ഞ എന്തോ ഒരു പരിപാടി നടന്നില്ലേ, അതിന് പുറത്തുനിന്നെങ്ങാണ്ട് ഒരു ടെസ്ല നാട്ടിൽ കൊണ്ടുവന്നായിരുന്നു, ഒരു വെളുത്ത കളറുള്ള ടെസ്ല. അത് വെച്ചിട്ട് എന്തൊക്കെയാണ് ടി വിയിലും പത്രത്തിലും അവിടെ ഇവിടെയൊക്കെ വാർത്തകൾ ഞാൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആക്ച്വലി ചിന്തിക്കുകയായിരുന്നു, നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും അവിടെയൊക്കെ ടാക്സി ആയിട്ട് ഓടുന്ന സാധനമാണ് ടെസ്ല. നോക്ക് എന്ത് ലുക്കായിട്ടാണ് ടെസ്ല ഓടിക്കുന്നതെന്ന് നോക്കിയേ. അത് ഓടിക്കുകയല്ല, അത് കൊണ്ടിട്ടിട്ട് ഡോറൊക്കെ തുറന്ന് എന്ത് സെറ്റപ്പല്ലേ. പല ആൾക്കാരും പല വഴിക്ക് ടാക്സിയൊക്കെ വിളിച്ച് പോകുന്നുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ ചില്ലായിട്ട് നിൽക്കുകയാണ്. എന്നാലും ആലോചിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ കലാപം നടക്കും. ഇപ്പം എല്ലാം എത്ര 3/4 മണിക്കൂറായി കഴിച്ച് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എന്താ സംഭവം എന്നറിയാമോ? ട്രാക്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തതാണ്. അതാണ് സംഭവം. നമ്മുടെ അവിടെയൊക്കെ ട്രാക്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തത് എന്തായിരിക്കുമല്ലേ. അതായത് ഇപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമേ വണ്ടി പോകുന്നുള്ളൂ, 2 സൈഡിലേക്കും പോകുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനെ മൊത്തത്തിൽ പെട്ടു ഗൈസ്.
ഫുൾ പെട്ടു. എന്ത് നല്ല ഗ്രാമങ്ങളിലൂടെ നല്ല അടിപൊളി യാത്ര ടൈറ്റിലും തമ്മിലൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നെന്നറിയോ ഇത്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചത് നിങ്ങൾ. ദേ വരുന്ന അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ. വണ്ടികളെല്ലാം ക്യാൻസൽഡ് ആണില്ലേ, എല്ലാം ക്യാൻസൽഡ്. ഇവരെല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? അടിപൊളി, പണി പാളി കേട്ടോ. ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ രണ്ട് ബസ് വന്നു. ഇത്രയും നേരം കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 ബസ് വന്നു. കാലി അടിച്ച് 1-2 ട്രെയിനുകൾ കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ ഒരു 12,000 പേര് സ്റ്റേഷനിൽ ഇപ്പോൾ നിൽക്കുക. ഇവരെന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഇവിടെ ഒരു കുന്തം ആയില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ തേരപ്പാരം നടക്കുക. ആർക്കും ഒരു കുന്തം അറിയത്തില്ല. 6 മണിയാകുമ്പം ഇവിടെ ട്രെയിൻ വരുമെന്നോ പോകുമെന്നോ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് ആളുകളെല്ലാവരും കൂടെ ഇപ്പം 4ാം പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വരുമെന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴെങ്കിലും വരുമെന്ന്. ബസ് വന്ന് 4 ബസ് വന്ന്. 4 ബസ്സിൽ എത്ര ആൾക്കാർ പോകാൻ? തള്ളി മറിച്ച് ഇവിടെ എന്താണോ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ലെറ്റ്സ് വെയിറ്റ്. എല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. എന്നാലും ആളുകളൊക്കെ എന്താ ചില്ലാന്നറിയുമോ? അതായത് ചില്ലാണ്. അതായത് ഒരു ബഹളം ഉണ്ടാക്കാതെ നീറ്റായിട്ടേ. ഇവിടെ ആക്ച്വലി പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മണിക്കൂറായിട്ടോ. ഒന്ന് ആലോചിക്കുക. ഒരു 30 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും. വേറെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. ഈ പോകുന്ന ടാക്സി വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്കല്ല, ഇവിടുത്തുകാർക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ടാക്സി റേറ്റ്. പിന്നെ എങ്ങനെയാണ് ആളുകൾ പോകുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കി. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ പണി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടത്തേക്കുള്ള ആൾക്കാർ പെട്ട്. ഇത്രേ ഉള്ളു നമ്മളീ പൊക്കി പറയുന്ന സ്വിറ്റ്സർലാൻഡും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിസ്റ്റമാണ്. ഒരാൾ ട്രാക്കിൽ മരിച്ചതിനാണ് ഈ പ്രശ്നം. നമ്മുടെ അവിടെയാണ് ഒരാൾ മരിച്ചാൽ എന്താ, ഇമ്മീഡിയറ്റ്ലി അടുത്ത സ്റ്റേഷനിൽ ലോക്കോ പൈലറ്റ് അറിയിക്കും. പോലീസുകാർ വന്ന് ബോഡി ക്ലിയർ ചെയ്യും. ട്രെയിൻ ഓടും. എത്ര ആയിരം ആളുകളുണ്ടായിരുന്നു. കുറച്ച് പേര് ബസ്സിൽ കയറിപ്പോയി, കുറച്ച് പേര് വേറെ വഴിക്ക് പോയി, കുറച്ച് ഒരു ലോഡ് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു സംഭവം നടന്നു. 6 മണി എന്നുള്ളത് 7 മണിയാവുമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നു. നോക്കി എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്കീയിങ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോകാൻ വേണ്ടി കാത്തുകെട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് ഓടുവേ. എല്ലാവരും ബസ് തിരക്കായതുകൊണ്ട് ട്രെയിൻ പിടിക്കാം ട്രെയിൻ കിട്ടും എന്നൊക്കെ കരുതി വന്നതാണ് എല്ലാവരും. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ തിരിച്ച് ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ അവിടെ അനൗൺസ് ചെയ്തു 7 മണിയാകുമ്പോഴത്തേക്കിനുമേ റെഡി ആവുള്ളൂ എന്നും. മറ്റേ പ്രതീക്ഷയുണ്ടല്ലോ, ആനേക്കാ സംഭാവന ഹേ, അതാണ് സംഭവം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മളെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം. ഒന്നും നടക്കൂല. പ്ലാൻ ചെയ്തിട്ടായിരുന്നെങ്കിൽ എല്ലാം പൊളിഞ്ഞാനേ. ഇപ്പോൾ ഈ ആൾക്കാരെല്ലാവരും കൂടെ എങ്ങോട്ട് പോകാമെന്നോ ഇനിയിപ്പോൾ എന്താ? കുറേ പേര് അങ്ങോട്ട് നടക്കുന്നു, കുറേ പേര് ഇങ്ങോട്ട് നടക്കുന്നു, കുറേ പേര് അങ്ങോട്ട്, കുറേ പേര് ഇങ്ങോട്ട്. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ഓടും എല്ലാവരും. ഇനി ബസ് ഇല്ലയെന്ന് വല്ലതും പറഞ്ഞോ? ബസ് തീർന്നു എന്ന് വല്ലതും പറഞ്ഞോ? അതാണോ സംഭവം? എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നേ ബസ് തീർന്നെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ തിരിച്ചോടിയത്. 2 ട്രാക്കില്ലേ ഇവർക്ക്? ഒരു ട്രാക്കിൽ കൂടെ ഇവന്മാർക്ക് ഓടിച്ചൂടെ? അതാ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. എനിക്ക് മടുത്ത്. ഞാൻ ഈ ട്രെയിനിൽ കയറി ഇരിക്കാൻ പോവാം. ഇത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോട്ടെ. പുല്ല്. ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഞാൻ മറ്റേ ട്രെയിനിൽ കയറി വന്നിരുന്നു. നേരത്തെ വന്നിരുന്ന ട്രെയിനില്ലേ, നേരത്തെ നമ്മൾ കയറി ട്രെയിൻ അതിൽ കയറിയിരുന്നു. ഇത് തിരിച്ച് കുറിലേക്ക് പോവാം. ഈ ട്രെയിൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. എന്തായാലും എപ്പോഴെങ്കിലും പോകുമല്ലോ, അന്നേരം ഇതിനകത്തിരിക്കാം. എത്തുമ്പോൾ എത്തട്ടെ, നോക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും മറ്റേ എത്തി. കുർ. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ തന്നെ ഇരിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിനി ഇപ്പോൾ സമയം ഇപ്പം എത്ര മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:20. 6:50 ഇത് ഇവിടെ നിന്ന് പോകേണ്ടത്. ഇത് പോയാൽ പോയി, വേറെ ട്രെയിനൊന്നുമില്ല. കുറന്ന് വീണ്ടും നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. എന്തായിരിക്കും അവസ്ഥ, പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ നമ്മുടെ വണ്ടി നേരത്തെ ഞാൻ നിന്ന ആ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ പുറത്ത് കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും തണുപ്പത്ത് ഞാൻ വളരെ തന്ത്രപൂർവ്വം മിടുക്ക് കാണിച്ച് ഈ ട്രെയിനിനകത്ത് കയറിയിരുന്നത് കൊണ്ട് ഞാൻ ഇത്രയും നേരം സുഖമായിട്ട് ഇതിനകത്തിരുന്നു. ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ പുറത്ത് ഇങ്ങനെ തണുപ്പ് കാത്തു നിന്നു. അവരൊക്കെ ഇപ്പോൾ ഈ ട്രെയിനിൽ കയറും. കണ്ടോ എന്തായാലേ, കണ്ടോ? നമ്മൾ ഇന്ത്യക്കാരനല്ലേ ഗൈസ്. നമുക്ക് നമ്മുടെ ബുദ്ധി എങ്ങനെ ഉണ്ടായിരുന്നു? അതിൻ്റെ ബുദ്ധി എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ എല്ലാവരും കൂടി ഈ ട്രെയിനിൽ കയറുന്നതായിക്കോണേ. നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് വിട്ട് കേട്ടോ. നോക്കാം ഇനി ഇവിടെ പോകും, എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇവിടെ നിന്ന് വിട്ടു. വണ്ടിയൊക്കെ നല്ല തിരക്കായി കേട്ടോ. അങ്ങനെ സമയം രാത്രി 7:30 കഴിഞ്ഞു. നമ്മൾ ബുക്സ് എത്തിക്കൊണ്ടിരിക്കുന്നു. 4 മണിക്ക് ട്രെയിനിൽ കയറി 4:30 ഞാനിവിടെ എത്തേണ്ടതാണ്. 4 മണിക്ക് ട്രെയിനിൽ കയറിയിട്ട് ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കിന് 7:30 മണിയായി. എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അയ്യോ എൻ്റെ അമ്മേ, മതിയായേ, മടുത്തേ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ബുക്സ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതാണ് ബുക്സ്.
എൻ്റെ പൊന്നു, എന്തായാലും സ്വിറ്റ്സർലാൻഡ് റെയിൽവേ മറക്കൂല കേട്ടോ ഒരിക്കലും. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. ഫുഡ് വല്ലതും വാങ്ങിച്ചുകൊണ്ട് പോകണോ? എന്താ അവസ്ഥ? നോക്കാം, ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞുണ്ടാവും, നോക്കാം. ഈ സ്വിറ്റ്സർലാൻഡിലൊക്കെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ഐറാലോൻ്റെ സിം എടുത്തിട്ട് വന്നാൽ മതി. ഇവിടുത്തെ സിമ്മിനെക്കാട്ടി ലാഭം ഐറാലോ ആണ്. ഐറാലോയുടെ സിമ്മ് നേരത്തെ ഐറാലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ. VPN ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കിനും ഐറാലോയുടെ ഒരു കൂപ്പൺ കോഡുണ്ട്, സുജിത്ത് 4285 എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കൊരു $3 കിട്ടും. ഓക്കെ, ഞാനിവിടെ യൂറോപ്പ് മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. യൂറോപ്പിൻ്റെ മൊത്തത്തിൽ ഏകദേശം 42 രാജ്യങ്ങളിൽ ഉപയോഗിക്കാവുന്നൊരു സിമ്മാണ് ഐറാലോ. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും സിമ്മൊന്നും മാറ്റിയിടേണ്ട ആവശ്യം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ സിമ്മ് വയ്ക്കുന്ന കടകളാണെന്ന് തോന്നുന്നു. ഇതെന്താ ഇത്? വൈബ്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു റെസ്റ്റോറൻറ്റ് കാണാം ഇവിടെ, വൈബ്സ്. ഇതൊക്കെ ഞാൻ വൈകുന്നേരം വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമായിരുന്നു. എന്താല്ലേ, ഫുള്ളിപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആകെ ഷെഡായി. ഞാൻ എന്തിനാണ് ഈ ബുക്സിൽ വന്നതെന്നറിയാമോ? ഇവിടെ നിന്ന് ഒരു പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിക്സ്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന അടുത്ത രാജ്യമാണ്, മനസ്സിലായോ? അത് പോകാൻ വേണ്ടിയാണ് ബുക്സിൽ വന്നത്. നാളെ പോകാം. ഇതാണ് ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. എന്തതിൻ്റെ പേര്? ബുഷർ. അതൊക്കെ പേരൊക്കെ വായിക്കണമെങ്കിൽ കഷ്ടമാണ്. ബുഷർ ഓഫ് ഓക്കെ, ബുഷർ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഫൈനലി സ്വിറ്റ്സർലാൻഡിലെ റൂമിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ തള്ളി മറിച്ച് ട്രെയിനിനെ പൊക്കി പറഞ്ഞ് കൊണ്ടുപോയപ്പോഴേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചില്ലേ ഈ ക്ലാപ്പിന് എന്തെങ്കിലും പണി കിട്ടണമെന്ന്? കിട്ടി ഗൈസ്, പെരുവഴിയിലായി. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഞാൻ റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കാണണ്ടേ, രാത്രി എന്തെങ്കിലുമൊക്കെ കാണണ്ടേ. ഇതാണ് എൻ്റെ മുറി. നോക്കിയേ, 15,000 രൂപയുടെ മുറിയാണ് ഗൈസ്. കണ്ടാ പറയുമോ 15,000 രൂപയുടെ മുറിയാണെന്ന്? നോക്കിയേ എന്നാ അവസ്ഥയാണെന്ന് നോക്കിയേ. 15,000 രൂപയ്ക്ക് സ്വിറ്റ്സർലാൻഡിൽ കിട്ടിയ റൂമാണ്. ദൈവമേ, ഇവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇതിലും കുറഞ്ഞ സംഭവമൊന്നും ഇല്ല. അതാണ്, വേറെ വഴിയില്ല. ഒരു സിംഗിൾ ബെഡ്. ഭാഗ്യം ഒരു കുപ്പി വെള്ളമുണ്ട്. എൻ്റെ അമ്മ, അതൊക്കെ വലിയ കാര്യം കേട്ടോ. ഇത് സ്വിറ്റ്സർലാൻഡിലെ വെള്ളം കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു 15,000 രൂപയുടെ മുറി ഗൈസ്. എൻ്റെ ദൈവമേ, ഇത്രയും വില കൊടുത്തിട്ട് ഇത്രയും ചെറിയ കുടിസ് മുറിക്കാതെ ഞാൻ നിൽക്കേണ്ടി വന്ന അവസ്ഥ ഇതിനു മുമ്പുണ്ടായത് ജപ്പാനിൽ മാത്രമാണ്. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് ചില രാജ്യങ്ങളിൽ തിങ്സ് ആർ ഗെറ്റിംഗ് എക്സ്പെൻസീവ്. അയ്യോ, ഷവർ. ഏതാ ഷവർ? എല്ലാ സെറ്റപ്പൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. സംഭവം ക്ലാസ്സാണ്, സൂപ്പറാണ്. കളറല്ലേ? ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഞാനൊന്ന് താഴേക്ക് പോവാണ്, പുറത്തേക്ക് പോകാനും. ഇവിടെ ഉണ്ടല്ലോ, ഇവർക്ക് സ്വിറ്റ്സർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭാഷ എന്താണെന്ന് അറിയുമോ? ജർമ്മനുണ്ട്, ഇറ്റാലിയനുണ്ട്, ഫ്രഞ്ചുണ്ട്, പിന്നെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർ റൊമാൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു ഭാഷ സംസാരിക്കും. ജർമ്മൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച്, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. എല്ലായിടത്തും ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഭാഷയായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ്. ഇതേ ഇവിടുത്തെ ഒരു ഹൈ സ്ട്രീറ്റ് ആണ്. അതിൻ്റെ അവസ്ഥ നോക്കിയേ. രാത്രി ആയപ്പോഴത്തേക്കിന് 8 മണി ആയതേ ഉള്ളൂ ഗൈസ്. നോക്ക് എന്തുപാടേ ഇത്. ഇവന്മാർക്കൊന്നും ഒരു നൈറ്റ് ലൈഫ് ഒരു തേങ്ങയില്ല. നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഏഷ്യൻ കൺട്രീസ്, ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ ആണെങ്കിൽ പോലും എന്ത് കിടല നൈറ്റ് ലൈഫാണെന്നറിയാമോ? ഹെയർ കട്ടിൻ്റെ റേറ്റ് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, 30 യൂറോ, 20 യൂറോ, അങ്ങനെ 30 യൂറോ എന്ന് പറഞ്ഞാൽ 3000, 30 യൂറോയും കൂടെ അല്ല, 30 സ്വിസ് ഫ്രാങ്ക്, 3000 രൂപയായി ഇവിടെ കയറി മുടി വെട്ടണമെങ്കിൽ. നമ്മുടെ നാട്ടിൽ ഏറ്റവും ലക്ഷറി ആയിട്ട് മുടി വെട്ടണമെന്നുണ്ടെങ്കിൽ 1200 രൂപ കൊടുത്താൽ മതി. 1000 പ്ലസ് GST. 8 മണി ആകുമ്പോഴത്തേക്കിന് എല്ലാം അടച്ചെന്നേ. എന്തോന്നടേ ഇത്? റോഡിലൊന്നും ഒരു മനുഷ്യനും ഇല്ല. സ്വിറ്റ്സർലാൻഡ് ആണത്ര, സ്വിറ്റ്സർലാൻഡ്. എന്ത് തേങ്ങയാടേ ഇത്? ഒരു കുന്തോ ഇല്ലല്ലോ ഇവിടെ അങ്ങും. ഞാൻ വെറുതെ അവിടെ മക്ഡൊണാൾഡ്സിൽ നിന്നൊക്കെ വരും നോക്കിയേ പ്രൈസ് എങ്ങനെയാന്നേ. മിനിമം റേറ്റ് ഒരു ബർഗർ മീൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 സ്വിസ് ഫ്രാങ്ക് എന്ന് പറയുമ്പോൾ 1500 രൂപ മിനിമം റേറ്റ് ആട്ടോ അവിടുത്തെ ഒരു മീല്. അതായത് ഒരു ബർഗറും ഒരു ഫ്രൈസും ഒരു ഡ്രിങ്കും കൂടെ ഓർഡർ ചെയ്യണമെങ്കിൽ. ഞാൻ ഇതുവരെ ഇവിടെ ഒരു ബാങ്ക് കണ്ടില്ലല്ലോ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട്. സ്വിസ് ബാങ്ക് ഒക്കെ എവിടെയാടാ നീയൊക്കെ ഒളിച്ചിരിക്കുന്നത്? കാണുന്നില്ലല്ലോടെ. ഞാനേ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെത്തി. എനിക്കിവിടെ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നതാണ്. എന്താ നാളെ പറയാം. എന്ത് വൃത്തിയാണെന്നറിയോ ഇവിടെ. ബസ് സ്റ്റാൻഡ് ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഒക്കെ. ആ ബസ്സിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ? എന്ത് ലുക്കല്ലേ ബസ്. സ്പോട്ട്ലെസ് ക്ലീനാണ്, അത്രയധികം ക്ലീനാണ് ആ ബസ്സൊക്കെ. ആ ബസ് മാത്രമല്ല, ഈ ബസ്സും
മെഴ്സറസ് ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്. എന്ത് വൃത്തിയിലാണ് ബസ്സൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് നോക്കൂ. പൈസ ലാഭിക്കാനായിട്ട് ഞാൻ 2 നൂഡിൽസ് വാങ്ങിച്ചു ഗൈസ്. ഇതെനിക്ക് 2 നേരം കഴിക്കാം. ഇതിന് 2.5 ഫ്രാങ്കേ ഉള്ളൂ. അതായത് ഇവിടെ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമെങ്കിൽ 20 ഫ്രാങ്ക് വേണം, സ്വിസ് ഫ്രാങ്ക്. അപ്പോൾ ഞാനത് ലാഭിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. അത് മാത്രമല്ല, ഇവിടെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ സൈക്കിളില്ലേ, സൈക്കിൾ. അത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോയതാണ് ഞാൻ. അത് ട്രൈ ചെയ്തു. നാളെ കാണിക്കാം. നാളെ നമുക്ക് സൈക്കിൾ എടുത്തിട്ട് നമ്മൾ പുതിയൊരു രാജ്യം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകും. ലിക്സ്റ്റൻസ്റ്റൈൻ. അത് തന്നെ, ലിക്സ്റ്റൻസ്റ്റൈൻ എന്നൊക്കെ നമ്മൾ പറയാം. ലിക്സ്റ്റൻസ്റ്റൈൻ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ തിരിച്ച് റൂമിൽ പോയി ഫുഡ് അടിച്ചിട്ട് കിടന്നിറങ്ങണം. ബാക്കി നാളെ കാണാമല്ലേ? എന്തായാലും ഇത് കുഴപ്പമില്ല. പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. വെരി എക്സ്പെൻസീവ്, പ്രഷ്യസ് ലൈക്ക് ഗോൾഡ്, സിൽവർ എല്ലാം. ഓക്കെ, അപ്പോൾ നാളെ കാണാം ഗൈസ്. നാളെ സീ ടുമോറോ നമ്മുടെ പുതിയ ലിക്സ്റ്റൻസ്റ്റൈൻ രാജ്യത്തിൻ്റെ വിശേഷങ്ങളുമായി. ബൈ.